ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കോമ്പസ് സർവേയിങ്ങിൽ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. മാഗ്നറ്റിക് ബിയറിങ്ങിന് നമുക്ക് രണ്ട് രീതിയിൽ ഡെസിഗ്നേറ്റ് ചെയ്യാം. ഏതൊക്കെയാണ്? ഹോൾ സർക്കിൾ ബിയറിങ്ങും റെഡ്യൂസ്ഡ് ബിയറിങ്ങും. അപ്പോൾ ഇന്ന് നമ്മൾ ഹോൾ സർക്കിൾ ബിയറിങ്ങിനെ എങ്ങനെ റെഡ്യൂസ്ഡ് ബിയറിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഹോൾ സർക്കിൾ ബിയറിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ ആംഗിൾസ് മെഷർ ചെയ്യുന്നത്? നോർത്ത് നിന്ന് ഗിവൺ ലൈനിലേക്കാണ് മെഷർ ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ നോർത്തിൽ 0 ഡിഗ്രി, ഈസ്റ്റ് ആകുമ്പോൾ എത്ര വരും? 90 ഡിഗ്രി, സൗത്തിൽ 180 ഡിഗ്രി, വെസ്റ്റ് 270 ഡിഗ്രി. വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരുമ്പോൾ എത്രയാണ്? 360 ഡിഗ്രി. ഓക്കെ, ഇങ്ങനെയാണ് ആംഗിൾസ് മെഷർ ചെയ്യുന്നത്. അപ്പം നമുക്ക് കൺവേർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ആംഗിൾ എത്രയാണ് തന്നേക്കുന്നത്? 75 ഡിഗ്രി 42 മിനിറ്റ് ആണ്. അത് നമുക്ക് ഇതിൽ വരച്ചാലോ? 75 ഡിഗ്രി 42 മിനിറ്റ്. അപ്പോൾ ഏത് ക്വാഡ്രൻറ്റിൽ വരും? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരും അല്ലേ? ഏകദേശം ഇങ്ങനെ വരയ്ക്കാം. ഈ ആംഗിൾ 75 ഡിഗ്രി 42 മിനിറ്റ്. അപ്പോൾ നമ്മുടെ ലൈൻ വരച്ചു. റെഡ്യൂസ്ഡ് ബിയറിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? നോർത്ത് നിന്ന് മെഷർ ചെയ്യാറുണ്ട്, അതുപോലെ സൗത്ത് നിന്ന് മെഷർ ചെയ്യാറുണ്ട്. ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും മെഷർ ചെയ്യാറുണ്ട് ആണല്ലോ. അപ്പം നമുക്ക് തന്നേക്കുന്ന ലൈൻ നോർത്തിനടുത്താണോ സൗത്തിനടുത്താണോ നോക്കുക. അപ്പോൾ ഇത് ഏതിനടുത്താണ്? നോർത്തിനടുത്താണല്ലേ. അപ്പം നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാം ആണല്ലോ. അപ്പോൾ അതിൻ്റെ കൺവേർഷൻ എങ്ങനെ വരും? നോർത്ത് 75 ഡിഗ്രി 42 മിനിറ്റ് ഈസ്റ്റ്. നോർത്ത് നിന്ന് ഈസ്റ്റിലേക്കാണ് മെഷർ ചെയ്യുന്നത് അല്ലേ? നോർത്ത് ഈസ്റ്റ് എത്ര ആംഗിളാണ്? 75 ഡിഗ്രി 42 മിനിറ്റ്. ക്ലിയർ ആയോ? നോർത്ത് ഈസ്റ്റിലോട്ടാണ് മെഷർ ചെയ്യുന്നത്. ആംഗിൾ സെയിം തന്നെ വരും. രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ എത്രയാണ് ആംഗിൾ? 112 ഡിഗ്രി 4 മിനിറ്റ് ആണ്. അപ്പോൾ 112 വരുമ്പോൾ ഏത് ക്വാഡ്രൻറ്റിൽ വരും? ഇവിടെ വരെയാണെങ്കിൽ 90 ആണല്ലേ. ഇവിടെ ആയാൽ 180 ആവും. അപ്പം ഏകദേശം ഇവിടെ വരും. അതായത് നോർത്ത് നിന്നാണ് നമ്മൾ ഹോൾ സർക്കിൾ ബിയറിങ്ങിൽ മെഷർ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് 112 ഡിഗ്രി വരുന്ന രീതിയിൽ ആയിരിക്കും നമ്മുടെ ലൈൻ. 112 ഡിഗ്രി 4 മിനിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ. നമുക്ക് റെഡ്യൂസ്ഡ് ബിയറിങ്ങിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ ലൈൻ ഏതിനടുത്താണ്? നോർത്തിനടുത്താണോ സൗത്തിനടുത്താണോ? സൗത്തിനടുത്താണല്ലേ. അപ്പം നമ്മൾ സൗത്തിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് മെഷർ ചെയ്യും, അല്ലെങ്കിൽ സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് മെഷർ ചെയ്യുമെന്ന് പറയാം ആണോ. അപ്പം ഇവിടെ നിന്ന് ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കിട്ടും? ഇത് ഇത്രയും 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഇവിടെ നിന്ന് നോർത്തിൽ നിന്ന് ഇവിടം വരെ 112 ഡിഗ്രി 4 മിനിറ്റ് എന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 180 ഡിഗ്രി മൈനസ് 112 ഡിഗ്രി 4 മിനിറ്റ് ചെയ്താൽ പോരെ? 180 ഡിഗ്രിയിൽ നിന്ന് ഇത്ര ആംഗിൾ മൈനസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടും. അത് ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. ഇങ്ങോട്ട് ചെയ്യുകയാണേ. 180 ഡിഗ്രി എന്നാണ് ഇത് മൈനസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ മൈനസ് ചെയ്യും? ഈ 180 നിന്ന് 1 ഡിഗ്രി അങ്ങ് കുറയ്ക്കുക. 179 ഡിഗ്രി 60 മിനിറ്റ് എന്ന് എഴുതുക. ഓക്കെ, അതേ മൈനസ് 112 ഡിഗ്രി 4 മിനിറ്റ്. ഇനി മൈനസ് ചെയ്യുക. 6, 5, 7. അപ്പോൾ എത്ര കിട്ടി? 67 ഡിഗ്രി 56 മിനിറ്റ് എന്ന് കിട്ടി ആണല്ലോ. 67 ഡിഗ്രി 56 മിനിറ്റ്. ഇനി റെഡ്യൂസ്ഡ് ബിയറിങ്ങിൽ അതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? എവിടെ നിന്ന് എങ്ങോട്ടാണ് നമ്മൾ മെഷർ ചെയ്തേക്കുന്നത്? സൗത്ത് നിന്ന് ഈസ്റ്റിലേക്കാണ് മെഷർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ എഴുതും? സൗത്ത് 67 ഡിഗ്രി 56 മിനിറ്റ് ഈസ്റ്റ്. സൗത്ത് നിന്ന് ഈസ്റ്റിലേക്ക് മെഷർ ചെയ്തു. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ആംഗിൾ എത്രയാണ്? 259 ഡിഗ്രി 32 മിനിറ്റ് ആണ്. 259 ഡിഗ്രിയാണ്. അപ്പോൾ എവിടെ വരും? ഇവിടം വരെ ആണെങ്കിൽ 270 ആണ് അല്ലേ. അപ്പോൾ ഇതിന് താഴെയായിട്ട് വരും. ഏകദേശം ഇവിടെ നിന്ന് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ ആംഗിൾ എവിടം തൊട്ട് എവിടം വരെയാണ്? നോർത്ത് നിന്ന് ഗിവൺ ലൈൻ വരെയാണല്ലേ. അപ്പോൾ ഈ നോർത്തിൽ നിന്ന്
ഗിവൺ ലൈൻ വരെയുള്ള ആംഗിളാണ് എത്ര? 259 ഡിഗ്രി 32 മിനിറ്റ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഏത് ആംഗിളാണ്? റെഡ്യൂസ്ഡ് റിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏത് ആംഗിളാണ് നമുക്ക് വേണ്ടത്? ഈ ലൈൻ ഏതിനടുത്താണെന്ന് നോക്കണം. സൗത്തിനടുത്താണോ നോർത്തിനടുത്താണോ? സൗത്തിനടുത്താണ് അല്ലേ? അപ്പോൾ സൗത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് അല്ലെങ്കിൽ സൗത്തിൽ നിന്ന് വെസ്റ്റിലോട്ട് മെഷർ ചെയ്യുമ്പോൾ ആംഗിൾ, അതായത് നമുക്കിത് ഈ ഒരു ആംഗിളാണ് വേണ്ടത്. സൗത്തിൽ നിന്ന് ഇത്രയും മെഷർ ചെയ്യുമ്പോൾ ആംഗിൾ വേണം. അതെങ്ങനെ കിട്ടും? ഇത് ഇത്രയും 180 എന്നറിയാം, ഇത് ഫുൾ ആംഗിൾ 259 എന്നും അറിയാം. അപ്പോൾ 259 ഡിഗ്രി 32 മിനിറ്റ് എന്ന് ഈ 180 ഡിഗ്രി അങ്ങ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടത്തില്ലേ? അപ്പോൾ ഇതേ മൈനസ് 180 ഡിഗ്രി മൈനസ് ചെയ്യുക. ഓക്കെ, കാൽക്കുലേഷൻ ഇങ്ങോട്ട് കാണിക്കാമേ. 259 ഡിഗ്രി 32 മിനിറ്റ് മൈനസ് 180 ഡിഗ്രി 0 മിനിറ്റ്. 239.7 ആണല്ലോ. അപ്പോൾ 79 ഡിഗ്രി 32 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഇത് ഈ ആംഗിൾ എങ്ങനെയാണ് എടുത്തേക്കുന്നത് നമ്മൾ അതുകൂടെ വെച്ചിട്ടാണ് റെഡ്യൂസ്ഡ് ബിയറിങ്ങിൽ കാണിക്കുന്നത് ആണല്ലോ. എവിടെ നിന്ന് എങ്ങോട്ടാണ്? സൗത്തിൽ നിന്ന് വെസ്റ്റിലോട്ടാണ്. അപ്പോൾ സൗത്ത് 79 ഡിഗ്രി 32 മിനിറ്റ് വെസ്റ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത നാലാമത്തെ കൂടെ നോക്കാം. നാലാമത്തെ എത്രയാണ്? 339 ഡിഗ്രി 42 മിനിറ്റ് ആണ്. 339 ഡിഗ്രി 42 മിനിറ്റ്. അപ്പോൾ നോർത്തിൽ നിന്ന് ഗിവൺ ലൈൻ വരെയുള്ള ആംഗിളാണ് ഇത്. അപ്പോൾ ഏത് ക്വാഡ്രൻറ്റിൽ വരും? ഈ 270 കഴിഞ്ഞ് വരും അല്ലേ? ഇവിടെ ആയിരിക്കും നമ്മുടെ ലൈൻ. അതായത് ഈ നോർത്തിൽ നിന്ന് ഗിവൺ ലൈൻ വരെയുള്ള ആംഗിളാണ് എത്ര? 339 ഡിഗ്രി 42 മിനിറ്റ്. അപ്പോൾ റെഡ്യൂസ്ഡ് ബിയറിങ്ങിലാണെങ്കിൽ ആദ്യം എന്താ നോക്കണ്ടേ? ഗിവൺ ലൈൻ ഏതിനടുത്താണ്? സൗത്തിനടുത്താണോ നോർത്തിനടുത്താണോ? ഇവിടെ ഏതാ? നോർത്തിനടുത്താണ് വരുന്നത്. നോർത്തിൽ നിന്ന് എങ്ങോട്ട് മെഷർ ചെയ്യണം? വെസ്റ്റിലേക്ക് മെഷർ ചെയ്യണം. അപ്പോൾ നോർത്തിൽ നിന്ന് വെസ്റ്റിലേക്കാണ് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ആംഗിൾ ഏതാണത്? ഈ ഒരു ആംഗിളാണ് വേണ്ടുന്നത്. അതെങ്ങനെ കിട്ടും? ഇത് മൊത്തം എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ 360 ഡിഗ്രിയിൽ നിന്ന് നമുക്ക് എത്ര മൈനസ് ചെയ്യണം? ഈ ഒരു ആംഗിൾ മൈനസ് ചെയ്യണം അല്ലേ? 339 ഡിഗ്രി 42 മിനിറ്റ് മൈനസ് ചെയ്യണം. അതെങ്ങനെ ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ 360 നിന്ന് ഒരു ഡിഗ്രി അങ്ങ് കുറയ്ക്കുക. 259 ഡിഗ്രി 60 മിനിറ്റ് എന്ന് അതിനെ എഴുതുക. അതേ മൈനസ് 339 ഡിഗ്രി 42 മിനിറ്റ് എത്ര വരും? അപ്പം 810 20 ഡിഗ്രി 18 മിനിറ്റ് എന്ന് കിട്ടും. ഈ ഒരു ആംഗിൾ 20 ഡിഗ്രി 18 മിനിറ്റ്. അപ്പം നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് എഴുതാമല്ലോ. എങ്ങനെയാണ് മെഷർ ചെയ്തേക്കുന്നത്? നോർത്ത് 20 ഡിഗ്രി 18 മിനിറ്റ് വെസ്റ്റ്. നോർത്തിൽ നിന്ന് വെസ്റ്റിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് റെഡ്യൂസ്ഡ് ബിയറിങ്ങിലാണ് തന്നേക്കുന്നതെങ്കിൽ അതിനെ ഹോൾ സർക്കിൾ ബിയറിങ്ങിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ നോർത്ത് 10 ഡിഗ്രി 20 മിനിറ്റ് ഈസ്റ്റ്. അപ്പോൾ ഈ ഗിവൺ ലൈൻ നമുക്ക് വരച്ചാലോ. നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് മെഷർ ചെയ്തേക്കുന്നത്. നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് എത്ര ഡിഗ്രിയാണ്? 10 ഡിഗ്രി 20 മിനിറ്റ് ആണല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് വേണ്ടത്. ഹോൾ സർക്കിൾ ബിയറിംഗ് എങ്ങനെയാണ്? നോർത്തിൽ നിന്ന് ഗിവൺ ലൈൻ വരെയുള്ള ആംഗിൾ. അപ്പോൾ ഇതെന്ത് തന്നെയാണ്? ഈ സെയിം ആംഗിൾ തന്നെയാണ് വരുന്നത് ആണല്ലോ. എത്ര തന്നെയാണ്? 10 ഡിഗ്രി 20 മിനിറ്റ് തന്നെയാണ് വരുന്നത്. ഇനി രണ്ടാമത്തേത് സൗത്ത് 46 ഡിഗ്രി 24 മിനിറ്റ് ഈസ്റ്റ്. സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് മെഷർ ചെയ്ത് വെക്കുന്നത്. സൗത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് എത്ര ആംഗിളാണ്? 46 ഡിഗ്രി 24 മിനിറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 46 ഡിഗ്രി 24 മിനിറ്റ് മെഷർ ചെയ്തേക്കാണ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഹോൾ സർക്കിൾ ബിയറിംഗ് നമുക്ക് വേണം. അതിൻ്റെ ഹോൾ സർക്കിൾ ബിയറിംഗ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നോർത്തിൽ നിന്ന് ഈ ഗിവൺ ലൈൻ വരെയുള്ള ആംഗിൾസാണ് ഈ ലൈൻ്റെ ഹോൾ സർക്കിൾ ബിയറിംഗ് ആണല്ലോ. അതെങ്ങനെ കിട്ടും നമുക്ക്?
ഈ ഫിഗറിൽ നിന്ന് ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര ആംഗിളാണ്? നോർത്തിൽ 0, ഇവിടെ 90, ഇവിടെ 180, ഇവിടെ 270, ഇവിടെ 360, ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ എത്ര വരുന്നത്? 180 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഈ 180 ഡിഗ്രിയിൽ നിന്ന് ഇതങ്ങ് മൈനസ് ചെയ്താൽ പോരെ. ഇത്ര ആംഗിൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾസ് കിട്ടത്തില്ലേ? അപ്പോൾ അതൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. ഇങ്ങോട്ട് ചെയ്യാമേ. രണ്ടാമത്തെ എൻ്റെ കാൽക്കുലേഷൻ 180 ഡിഗ്രി എന്നാണ് ഇത് മൈനസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇതിന്ന് 1 ഡിഗ്രി കുറയ്ക്കണം അല്ലേ? 179 ഡിഗ്രി 60 മിനിറ്റ് എന്ന് എടുക്കണം. അതേ മൈനസ് 46 ഡിഗ്രി 24 മിനിറ്റ് മൈനസ് ചെയ്ത് നോക്കിയാലോ എത്ര വരും? 6 ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 133 ഡിഗ്രി 36 മിനിറ്റ് കിട്ടും. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തേത് സൗത്ത് 25 ഡിഗ്രി 47 മിനിറ്റ് വെസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ്? സൗത്തിൽ നിന്ന് വെസ്റ്റിലേക്കാണ് മെഷർ ചെയ്തേക്കുന്നത്. സൗത്തിൽ നിന്ന് വെസ്റ്റിലേക്ക് എത്ര ആംഗിള്? 25 ഡിഗ്രി 47 മിനിറ്റാണ് മെഷർ ചെയ്തേക്കുന്നത് ആണല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടത് എങ്ങനെയാണ്? ഹോൾ സർക്കിൾ ബിയറിങ്ങിൽ ഏത് ആംഗിളാണ് വേണ്ടത്? നോർത്ത് നിന്ന് ഗിവൺ ലൈൻ വരെയുള്ള ആംഗിളാണ് വേണ്ടത്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ആംഗിളാണ് വേണ്ടത് ആണല്ലോ. അപ്പോൾ അതെങ്ങനെ കിട്ടും? 180 ഡിഗ്രി പ്ലസ് 25 ഡിഗ്രി 47 മിനിറ്റ് ചെയ്താൽ പോരെ? 180 ഡിഗ്രി 0 മിനിറ്റ് പ്ലസ് 25 ഡിഗ്രി 47 മിനിറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 205 ഡിഗ്രി 47 മിനിറ്റ് അല്ലേ? അപ്പം നമ്മുടെ ആൻസർ എത്ര കിട്ടി? ഹോൾ സർക്കിൾ ബിയറിങ്ങിൽ 205 ഡിഗ്രി 47 മിനിറ്റ് കിട്ടി. ഓക്കെ, ഇനി ലാസ്റ്റത്തെ നാലാമത്തെ ക്വാഡ്രൻറ്റിൽ വരുന്നതാണ്. നോർത്ത് നിന്ന് വെസ്റ്റിലേക്ക് മെഷർ ചെയ്യുന്നതാണ്. നോർത്ത് നിന്ന് വെസ്റ്റിലേക്ക് മെഷർ ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രി 17 മിനിറ്റ്. നോർത്ത് നിന്ന് വെസ്റ്റിലേക്ക് 40 ഡിഗ്രി 17 മിനിറ്റ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഹോൾ സർക്കിൾ ബിയറിങ്ങിലാകുമ്പോൾ ഏത് ആംഗിളാണ്? നോർത്ത് നിന്ന് ഗിവൺ ലൈൻ വരെയുള്ള ആംഗിൾ ആണല്ലോ. അതായത് ഇവിടം മുതൽ ഇങ്ങനെ കറങ്ങി ഇവിടം വരെയുള്ള ആംഗിളാണ് നമുക്ക് വേണമെന്നത് ആണോ? അതെങ്ങനെ കിട്ടും? മൊത്തം ആംഗിൾ 360 ആണെന്നറിയാം. അതിൽ നിന്ന് ഈ ഒരു ആംഗിൾ മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ നമുക്ക് ഹോൾ സർക്കിൾ ബിയറിങ്ങിൽ ഈ ലൈൻ്റെ ബിയറിങ് കിട്ടും അല്ലേ? അത് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ 360 എന്നാണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഒരെണ്ണം കുറയ്ക്കണം അല്ലേ? 359 ഡിഗ്രി 60 മിനിറ്റ് മൈനസ് 40 ഡിഗ്രി 17 മിനിറ്റ് ചെയ്താലോ? 3 4 9 1. കാൽക്കുലേഷൻ കറക്റ്റ് ആണോ എന്നൊന്നുകൂടെ ചെക്ക് ചെയ്തേക്കണേ. അപ്പോൾ 319 ഡിഗ്രി 43 മിനിറ്റ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺവേർഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഹോൾ സർക്കിൾ ബിയറിങ്ങിൽ നിന്ന് റെഡ്യൂസ്ഡ് ബിയറിങ്ങിലേക്കുള്ളതും അതുപോലെ തിരിച്ച് റെഡ്യൂസ്ഡ് ബിയറിങ്ങിലുള്ളതിന് ഹോൾ സർക്കിൾ ബിയറിങ്ങിലേക്കാകുന്ന കൺവേർഷൻ. ഇതുപോലെ ക്വാഡ്രൻറ്റ് വരച്ച ആംഗിൾസ് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, താങ്ക്